കൺഗ്രാറ്റുലേഷൻ മിസ്റ്റർ ഗിൽബർട്ട്. താങ്ക് യു. അങ്ങനെ നമ്മുടെ പുതിയ റോക്കറ്റിന്റെ ബോഡിയുടെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഏതെങ്കിലും ഒരു ഓട്ടോറിക്ഷയുടെ എഞ്ചിൻ അടിച്ചു മാറ്റിയിട്ട് വേണം ഇത് മുകളിലോട്ട് പറത്താൻ. അമേരിക്കയിൽ നിന്ന് നാസിൽ നിന്നുള്ള ഫോണാണ്. ഓക്കെ, 1 സെക്കൻഡ്. ഹലോ, ഓക്കെ, ഗിൽബർട്ട് സ്പീക്കിംഗ്. ഓക്കെ, യു പ്രൊസീഡ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ആരാണ് മിസ്റ്റർ ഗിൽബർട്ട്? നാസയിലെ സയന്റിസ്റ്റുകളാണ്. അവർ പറയുകയാണ്. എന്താണ് അവർ പറഞ്ഞത്? ചന്ദ്രയാൻ ഇപ്പോൾ ചന്ദ്രനിൽ വെള്ളം കണ്ടുപിടിച്ചിരിക്കുകയാണല്ലോ. ഓഹോ, വെള്ളം മാത്രമല്ല, അവരവിടെ കടലാമയും സ്രാവിനെയും ഞണ്ടിനെയും ഒക്കെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇനി അധികം താമസിയാതെ ചന്ദ്രനിൽ മത്തി, അയില, ചെമ്മീൻ, കിളിമീൻ, സ്രാവ്, ഞണ്ട് മുതലായവയും കണ്ടുപിടിക്കും. സാർ, യെസ്, ഇരിക്കൂ. ഞങ്ങൾ കേരളത്തിൽ നിന്ന് വരുന്ന ശാസ്ത്രജ്ഞരാണ്. കേരളത്തിലെ ശാസ്ത്രജ്ഞന്മാർ പോലും. എന്താണ് നിങ്ങളുടെ കണ്ടുപിടുത്തങ്ങൾ? ഒന്ന് കേൾക്കട്ടെ. സർ ഐസക് ന്യൂട്ടൺ ഒരു ആപ്പിൾ മരത്തിന്റെ ചുവട്ടിലിരുന്നപ്പോഴാണ് ഒരു ആപ്പിൾ വന്ന് തലേ വീഴുന്നതും ഗുരുത്വാകർഷണത്തെ കുറിച്ച് കണ്ടുപിടിച്ചതും. അതുപോലുള്ള എന്തെങ്കിലും കണ്ടുപിടുത്തങ്ങൾ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. എന്റെ പൊന്ന് സാറേ, ഈ പറഞ്ഞ പുള്ളിയുടെ തലയിൽ ആപ്പിൾ വീഴുന്നതിന് മുമ്പ് എന്റെ മുത്തച്ഛൻ ഇക്കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓ മൈ ഗോഡ്, ഇത് എന്തുകൊണ്ട് നിങ്ങൾ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞില്ല? എന്റെ മുത്തച്ഛന് തെങ്ങും ചോട്ടിയിരുന്നപ്പോ പുള്ളിയുടെ തലയിൽ തേങ്ങ വീണ്. അത് നിങ്ങൾ എന്തുകൊണ്ട് ലോകത്തെ അറിയിച്ചില്ല? അത്രയ്ക്ക് വലിയ കപ്പാസിറ്റി ഒന്നും ഇല്ലെന്നേ. പരിസരത്തുള്ള 8 പേരൊക്കെ വിളിച്ച് 16 അടിയന്തരമൊക്കെ അങ്ങ് നടത്തി. ആരുടെ? എന്റെ മുത്തച്ഛന്റെ തലയിൽ തേങ്ങ വീണ പിന്നെ പുള്ളി ജീവിച്ചിരിക്കോ? പുള്ളിയുടെ കാറ്റ് പോയെന്നേ. നിങ്ങൾ എന്തിനാണ് ആക്ച്വലി ഇവിടെ വന്നത്? ഞങ്ങൾ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം. നിങ്ങൾ ഈ റോക്കറ്റ് വിടുമ്പോ റോക്കറ്റിന് ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണെന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. നമ്മൾ ചന്ദ്രനിലേക്ക് അയക്കുന്ന റോക്കറ്റിൽ എന്ത് ഇന്ധനമാണ് ഉപയോഗിക്കുന്നതെന്നാണ് ഇവർ ചോദിക്കുന്നത്. ഹൈലി ഇൻഫ്ലേമബിൾ ഓയിലാണ്. ഹൈലി ഇൻഫ്ലേമബിൾ. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എക്സ്ക്യൂസ് മീ സാർ, ഞങ്ങൾക്കൊരു പ്രത്യേകത. ഞങ്ങൾക്കൊരു സാധനം കിട്ടിയാൽ അതല്പം ടേസ്റ്റ് ചെയ്ത് അതിന്റെ രാസപദാർത്ഥങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഒരു പ്രത്യേക വൈദഗ്ധ്യം ഞങ്ങൾക്കുണ്ട്. ടേസ്റ്റ് ചെയ്ത് പ്രോബ്ലം ഒന്നുമില്ല. ഞങ്ങൾ അതിനുശേഷം ഒരു 3 ദിവസം കഴിയുമ്പോൾ കൃത്യമായി ഇതിന്റെ രാസപദാർത്ഥം മനസ്സിലാക്കി ഞങ്ങൾ ഇതേ സാധനം കണ്ടുപിടിച്ചിരിക്കും. ഒരു കുഴപ്പമില്ല. എക്സ്ക്യൂസ് മീ മിസ്റ്റർ സാർ, ഈ സാധനം ഞങ്ങൾ കൊണ്ടുപോയിക്കോട്ടെ? നമുക്ക് വീട്ടിൽ ചെന്ന് പരീക്ഷിക്കാം. ഓക്കെ, അപ്പൊ ഓക്കെ. അല്ലല്ലോ ചെറുക്കനെ എവിടെ പോയി കിടക്കുക? ശാസ്ത്രജ്ഞന്മാരെല്ലാം നല്ല അടിപൊളി സാധനവും കുടിച്ചിട്ട് ഒന്നിച്ച് വീട്ടിൽ പോവാന്ന് പറഞ്ഞിട്ട് അവൻ എവിടെ പോയി കിടക്കുക? എവിടെയാവുമ്പോ കിടക്കുന്ന എന്റെ ടീമേ? ആരുടെ വേദൻ? ഹലോ അളിയ, ഞാൻ സുപ്രനാ. സുപ്ര, നീ എവിടെ പോയി കിടക്കുവാടാ? എടാ, നീ എന്തെടുക്കുവാ? ഞാനൊരു മൂത്രമൊക്കെ ഒഴിച്ച് ഒരു സിഗരറ്റൊക്കെ കത്തിക്കാൻ ഓർത്ത് നിൽക്കുവാ. എന്റെ പൊന്നളിയാ, നീ മൂത്രം ഒഴിച്ചോ, പക്ഷെ സിഗരറ്റ് കത്തിക്കല്ലേ. അതെന്താടാ? നേരത്തെ ഞാൻ പുറത്തിറങ്ങി മൂത്രം ഒഴിച്ചപ്പോ വായിൽ വെച്ചൊരു സിഗരറ്റ് കത്തിച്ചറാ. ഞാനിപ്പോ ചന്ദ്രനിലാണ്. പൊന്നളിയോ, അമ്പിളി അമ്മാവ മുകളിലെ ഒത്തിരി വെള്ളമുണ്ടോ? അമ്പിളി അമ്മാവ മുകളിലെ ഒത്തിരി വെള്ളമുണ്ടോ? ഞങ്ങളങ്ങോട്ട് വരാം, നമുക്കൊരു കമ്പനി കൂടിയാലോ? ഞങ്ങളങ്ങോട്ട് വരാം, നമുക്കൊരു കമ്പനി കൂടിയാലോ?